തെക്കൻ ഗാസ നഗരമായ റാഫ ആക്രമിക്കുമെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് ഭീകരരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ നിർണായകമായ പ്രഖ്യാപനം. ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് സമാധാന കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും റാഫയിൽ ആക്രമണം നടത്തുമെന്ന് നെതന്യാഹു വ്യക്തമാക്കിയത്. അതേസമയം വെടിനിർത്തൽ കരാർ ഉണ്ടായാൽ റാഫയെ ആക്രമിക്കുവാനുള്ള പദ്ധതി ഉപേക്ഷിക്കുമെന്ന് ഇസ്രായേലി അധികൃതർ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സും കരാറുണ്ടായാൽ റാഫ ആക്രമണം തൽക്കാലം നിർത്തിവെക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ കരാർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റാഫയിൽ കടക്കുക തന്നെ ചെയ്യുമെന്നും ഹമാസ് ഭീകരരെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ മധ്യപൂർവേഷ്യയിലെ സന്ദർശനം തുടരുകയാണ്. ഇസ്രായേലിലെത്തിയ അദ്ദേഹം ഇസ്രായേലിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഗാസയിൽ കൂടുതൽ സഹായമെത്തിക്കുവാൻ അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചു. ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുവാൻ ഹമാസ് ഭീകരർ ഉടൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.